Here opens a path where truth blossoms, and we gather there in the shade of a noble life. Songs of soul and soul. വിദ്യാർത്ഥി, സമൂഹം, ക്യാമ്പസ് എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സോളിഡാരിറ്റി ജില്ലാ അധ്യക്ഷൻ സലീം മമ്പാട്. നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? വിദ്യാർത്ഥികളെയൊക്കെ കണ്ടാൽ ചിരി വരും. എല്ലാവരും ഇട്ടോ, നിങ്ങളെ മാത്രമല്ല. ഇപ്പൊ കുട്ടിക്കൊരങ്ങന്മാരെ മാതിരി കുറെ വാലൊക്കെ വെച്ചിട്ടുള്ള ഫാൻ്റൊക്കെ ഇട്ടിട്ടാ വരുക. നിങ്ങൾ കണ്ടിട്ടില്ലേ ക്യാമ്പസിൽ വന്നാല്? എനിക്കറിയില്ല. നിങ്ങൾ എന്ത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് പാൻ്റ് എന്ത് ഉപ്പായിട്ടാലും ഒരു പ്രശ്നമില്ല. പക്ഷെ അത് നിങ്ങൾ തീരുമാനിച്ചതാണോ? എങ്ങനെ മുടി വെട്ടണം, ഏത് തരം ഷൂ ധരിക്കണം? നാളെ ഞാനൊരു ഷൂവിന്റെ പരസ്യം കൊണ്ടു. ഷൂവിന്റെ പരസ്യം എന്താന്ന് വെച്ചാൽ 5 കളേഴ്സ്. എവിടെ? ഷൂവിന്റെ അടിയിൽ പച്ച, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, നീല. ടെണ്ടുൽക്കറുടെ ഉപ്പും ഷാറൂഖ് ഖാന്റെ തുപ്പലും ഒക്കെ ഉണ്ടതുമേ. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ട് വെക്കുക. വളരെ മനോഹരമായ സാധനമാണ്. എന്നിട്ട് എന്തിനാണ് ഷൂവിന്റെ അടിയിൽ 5 കളർ? നമ്മുടെ ചാനലുകളും നമ്മുടെ മനോരമയും മാതൃഭൂമിയും ഒക്കെ മനോഹരമായ പരസ്യം കോടിക്കണക്കിന് ഉറുപ്പിക കൊടുക്കുന്നുണ്ട്. ടെണ്ടുൽക്കർക്കും ഷാറൂഖ് ഖാനും ഒക്കെ തുണി ഉരിഞ്ഞ് തുളിയും കൂടിയിരിക്കുക ഇവന്മാരൊക്കെ കൂട്ടിയിട്ട്. അവരെ വേറെ ചർച്ച ചെയ്യേണ്ടതാ. എന്നിട്ട് ആ ഷൂ വാങ്ങണം. നിങ്ങൾ പിതാവിനോട് ഷാട്ട്, ഓ എന്ത് രസമുള്ള ഷൂവാ, അതെന്നെ വേണം. തലയിൽ വെച്ച് കിടക്കാൻ പറ്റുമോ? ഇത് തലക്കണിക്ക് വെക്കാനുള്ളതാണോ ഇത്? അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മേശയിൽ വെക്കാൻ? ഇതാ 5 കളർ കണ്ടുകൊള്ളൂ. ഇത് കാലുമലല്ലേ, കയ്യിലാണ് ഞാൻ ധരിക്കാറുള്ളത്. അതുകൊണ്ട് നോക്കണം. കാരണം ഇത് കണ്ടിട്ട് വാങ്ങിയതാണല്ലോ ഞാൻ. 5 കളർ. സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ പെണ്ണുങ്ങളല്ല ജ്വല്ലറിയുടെയും തുണിഷാപ്പിന്റെയും പരസ്യത്തിൽ മമ്മൂട്ടിയും മോഹൻലാലുവാ. മോന്തിക്കെന്താ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ട് ഒന്നിന്റെ അംബാസഡറായിട്ട് ഗീതയുടെയും ഖുർആന്റെ ഒന്നുമല്ല, കാരൽ മാർക്സിന്റെയും ഗാന്ധിജിയുടെയും അല്ല, ഇവിടത്തെ തുണിഷാപ്പുകളുടെ തുണിഷാപ്പിന്റെ പരസ്യം പറയണ്ട, ഉടുക്കാനുള്ള പരസ്യം ഉരിഞ്ഞിട്ടാ വരുക. സഹോദരിമാരെ തുണി ഉരിഞ്ഞ് കാണിച്ചിട്ട് കമ്പോളമാണ് പോലത്. സ്ത്രീ സ്വാതന്ത്ര്യം, ഫെമിനിസം, സ്ത്രീകളുടെ അവകാശങ്ങൾ, ഇങ്ങനെ വാദോരാതെ പ്രഭാഷണങ്ങളും അവകാശ സംരക്ഷണ സമരങ്ങളും ഒക്കെ നടന്ന വേറെ കാലഘട്ടം ഉണ്ടാവുമോ? എന്നിട്ട് പെണ്ണിനെ കൊണ്ടുപോയിട്ട് കോഴിക്കോട് ഞാനൊരു പരസ്യം കൊണ്ടു, ക്ലോസറ്റിന്റെ പരസ്യമാണ്. എന്നിട്ട് അതിൽ ഒരു പെണ്ണിനെ കൊണ്ടുപോയിട്ട് 80% വസ്ത്രമല്ലാതെ ഒരു കുളത്തിൽ കിടത്തിയിരിക്കുന്നു. ഇത് ടെണ്ടുൽക്കറും ഷാറൂഖ് ഖാനും മൻമോഹൻ സിംഗിനെയൊക്കെ കൊടുത്തൂടെ അവർക്ക്? പക്ഷെ അവനങ്ങനെ കിടക്കാൻ കിട്ടൂല. തുണി ഉരിഞ്ഞുകൊണ്ട് കിടക്കാൻ അവനെ അവർ വെക്കില്ല. കാരണം ഏതോ ഒരു അമ്മയെ, ഒരു പെങ്ങളെ, ഒരു സഹോദരിയെ, ഒരു മകളെ കൊണ്ടുവന്നിട്ട് ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ട് ആ പരസ്യത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച്. ഒന്നിക്കൽ അവര് പറയുന്നു പെണ്ണ് ക്ലോസറ്റ് പോലെയാണ്, അല്ലെങ്കിൽ ക്ലോസറ്റ് പെണ്ണ് പോലെയാണ്. അതിനപ്പുറമുള്ള അർത്ഥം എന്താ? ഇതാണോ അമ്മ? ഇതാണോ പെണ്ണ്? ഖദീജയായി, ഫാത്തിമയായി, സുമയ്യയായി, ദ്രൗപദിയായി, സീതയായി, കന്യാമറിയമായി ചരിത്രത്തിലെ വേദങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ പ്രവാചകന്റെ കൂടെ ഒന്നാമത്തെ അനുചാര, പ്രവാചകന്റെ ചരിത്രത്തിൽ ഒന്നാമത്തെ രക്തസാക്ഷി, രാമന്റെ സീത, അതുപോലെ തന്നെ പഞ്ചപാണ്ഡവരുടെ ദ്രൗപദി, കന്യാമറിയം, ചരിത്രത്തിൽ ഇത്ര ഉന്നതമായ സ്ഥാനങ്ങൾ. ആ പെണ്ണിനെ കൊണ്ടുപോയി കമ്പോളത്തിൽ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നു. എന്നിട്ട് മടമ്പ് പൊന്തിയ ചെരുപ്പ്. നിങ്ങൾ എന്തിനാതിടുന്നത് എനിക്കറിയില്ല. കാമക്കണ്ണും ക്യാമറ കണ്ണും ഉപയോഗിച്ച് ഒരുത്തും പിന്നാലെ കൂടിയാൽ ഓടാൻ പറ്റുമോ നിങ്ങൾക്ക്? ഊരി വെച്ചിട്ട്, കാരണം ഊരണമെങ്കിൽ ആദ്യം ഒരു 5 മിനിറ്റ് ചെലവാക്കണം. അതിന് മാത്രം കെട്ടുംപൂട്ടാണ് അതിന്റെ കൂടെയുള്ളത്. എന്നിട്ട് സ്വന്തം മുതുക്, സ്വന്തം നട്ടല് പോലും നിവർത്താൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനാ ഇതൊക്കെ? ആരാണ് നിങ്ങളെ ധരിപ്പിച്ചത്? എന്നിട്ട് 60 വയസ്സുള്ളവരൊക്കെ രേഖ, ശ്രീദേവി, ഇവരൊക്കെയാണ് ഇപ്പൊ പരസ്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഉടുക്കാനും ഉടുപ്പിക്കാനും ധരിപ്പിക്കാനും ഒക്കെ. എന്നിട്ട് ചാനൽ വേണോ? IPL ക്രിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണല്ലേ? മഹേന്ദ്ര സിംഗ് ധോണി ഇന്നലെ പാവം പിടിച്ച ഹർഭജൻ സിംഗിനെ 11 കളിയിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നതാ. ആള് ഭീകരനാ. എനിക്കൊരു താല്പര്യമില്ല അവരോട്. കളി ഇഷ്ടമായിരുന്നു, പക്ഷെ അതും മാറി. കാരണം ക്രിക്കറ്റ് കൊള്ളയുടെ, അധിനിവേശത്തിന്റെ, മുതലാളിത്ത ഭീകരതയുടെ, സാംസ്കാരിക അധിനിവേശത്തിന്റെ, ഒരു സമൂഹത്തിന്റെ അവകാശങ്ങളെയും 11 കളിയിൽ നിന്ന് മറ്റേ ഓൻ കയറിയുന്നുണ്ട്. നമുക്കെന്ത് നഷ്ട? ഇവിടെ പെൺകുട്ടി, ഇവിടെ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു, ഇവിടെ പട്ടിണിയുണ്ട്, വിലക്കയറ്റുണ്ട്. ഹർഭജൻ സിംഗ് പോയതുകൊണ്ട് അവനാ ആസ്ട്രേലിയ കളിക്കാൻ പോയിട്ട് ആൻഡ്രൂ സൈംബിഡിനോട് പറഞ്ഞോളൂ, തേരി മാക്ക. ടെണ്ടുൽക്കറെ അത് എന്താ തേരി മാക്ക എന്നാണ്? എന്റെ ഉമ്മാന്റേന്ന്, നിന്റെ അമ്മയുടേന്ന്. അതാ പറയേണ്ടത്. അമ്മ ആരാ? ഉമ്മ ആരാ? മാതാവ് ആരാ? കളിയാണ് പോലത്. എന്നിട്ട് പഠിപ്പിക്കുക. അവനാ അപ്പൊ മറ്റേ ഒരു കുട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്, ശ്രീശാന്ത്, ഇടിച്ച് അതേ കളിയാ ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. ഒന്നുമില്ല. ഇവരൊക്കെയാണ് ഇപ്പൊ പുതിയ മുഹമ്മദും പുതിയ യേശുവും പുതിയ ശ്രീരാമനും അബ്രഹാമും ഒക്കെ നമ്മുടെ മുമ്പിൽ വരുന്നത്. കാരൽ മാർക്സും ഗാന്ധിജിയുമായി ഇവരെ അനുകരിച്ച്, ഇവരെ വേഷം കിട്ടി, ഇവരെ പിൻപറ്റി, സ്വന്തം മുടി പോലും, മുടി കണ്ടിട്ടില്ലേ നിങ്ങള്? മറ്റൊരുത്തനുണ്ടായിരുന്നു ഷുഐബ് അക്തർ, വല്ല രാക്ഷസം വായുന്ന പോലെയാ. ഓ എന്ന് പറഞ്ഞിട്ട് ആകെ മുടിയെല്ലാം കൂടി ഇങ്ങനെ. ഇതൊക്കെ നമുക്കത് എന്ത് സുന്നത്താ അതിലുള്ളത്? എന്ത് ചര്യയാണ് അതിലുള്ളത്? ഏത് പരിഹാരമാണ് അതിലുള്ളത്? എന്നിട്ട് പെരിച്ചാഴി കയറിയതുപോലെ മുടി വെട്ടിയ. ഇവിടുന്ന് ഇവ രാത്രി കിടന്നപ്പോ ആരോ ഇവിടെയൊക്കെ കൂടിയിട്ട് രാത്രി മറ്റേ തൊരപ്പം വന്നിട്ട് കടിച്ചു പോയ പോലെയാ തലയൊക്കെ നോക്കിയാല്. അല്ലെങ്കിൽ പന്ത് കാറ്റൊഴിച്ച് കമിഴ്ത്തി കൊടുത്ത പോലെ. പെണ്ണ് എങ്ങനെയാണ് പെണ്ണ്, എങ്ങനെയാണ് ആണ്?
മുഖത്ത് ഒരു തരി മീശ പോലും കാണാനില്ല. പൗരുഷത്തിന്റെ അടയാള. കാരണം ടെണ്ടുൽക്കർക്ക് മീശമല്ല, ജോർജ് ബുഷിനും മീശമല്ല, എന്നാ വേണ്ട, ഷാറൂഖുകാരും ഇല്ല, ഹൃതിക് റോഷനും ഇല്ല, എന്നാ വെക്കേണ്ട കാര്യമില്ല. ആരാ ഇത് തീരുമാനിച്ചത്? ആണാണെങ്കിൽ അഭിമാനബോധം അന്തസ്സും കാണിക്കണം. ഇത് പെണ്ണുമല്ല ആണുമല്ല, ഇങ്ങനെ ഒരു കോലത്തിൽ. കാരണം നമ്മൾ കാണോ അങ്ങനത്തെ പുക നമുക്ക് വേണ്ടത് അനുകരണത്തിന്റെ. പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ ബുദ്ധി പണയം വെക്കരുത്, നിങ്ങളുടെ ചിന്ത പണയം വെക്കരുത്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കാനുള്ള അധികാരമാണ്. ദൈവം നൽകിയ അനുഗ്രഹമാണത്. ആ അനുഗ്രഹത്തെ കൊണ്ടുപോയി കേൾക്കാത്തവരായി, കാണാത്തവരായി, പറയാത്തവരായി, ബുദ്ധിയെ ഉപയോഗിക്കാത്തവരായി ആധുനിക മുതലാളിത്ത രോഗം അതിന്റെ ചാനലുകളെ, അതിന്റെ മാധ്യമങ്ങളെ, അതിന്റെ അത്യന്താധുനിക പ്രചരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മെ ഷണ്ഡീകരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ തീരുമാനിക്കുക. നിങ്ങളെ താടി വെക്കണോ വെക്കണ്ടേ നിങ്ങൾ തീരുമാനിക്കുക. ഷാറൂഖ് ഖാനും ടെണ്ടുൽക്കറും അല്ല അത് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലുമല്ല നിങ്ങളുടെ ഉടയാടകൾ തീരുമാനിക്കേണ്ടത്. അന്തസ്സുള്ള പെൺകുട്ടികളുടെ വേഷമൊക്കെ പണ്ടൊരു വൃത്തിയും പിടിപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ കീറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നാളെ വെടുക്ക് കീറാൻ തുടങ്ങും. എന്നിട്ട് ഇവിടെയൊക്കെ അപ്പൊ നമ്മൾ എന്നാ തന്നെ നമ്മുടെ സുന്നത്ത്. ചെറുപ്പക്കാരെ കുറിച്ച് എനിക്ക് പറയാനില്ല. പഴയ പെണ്ണുങ്ങളുടെ ബ്ലൗസ് പോലത്തെ മിനി കുപ്പായം, പാന്റും അവന്റെ എല്ലാം 100%, 80% ആർക്കായത് ഇങ്ങോട്ട് ഞെണ്ട് നടക്കണ പോലെയാണ് ഇവൻ നടക്കുക. നിങ്ങളെ കുറിച്ചല്ല, ഇവിടെ ആരും കാണാനില്ല. അങ്ങനെ എനിക്ക് വലിയ സന്തോഷവും ഇത് കണ്ടപ്പോ. ഇത് അടിമപ്പെടാത്ത, ബുദ്ധി പണയം വെക്കാത്ത, തിരിച്ചറിവുള്ള ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. PVC പൈപ്പ് പോലത്തെ പാന്റ് എങ്ങനെയാണ് അത് ഇടുക എനിക്കറിയില്ല. മയ്യത്ത് കുടിപ്പിക്കുമ്പോൾ മേശമ്മ കിടത്തിയിട്ട് കയറ്റണ മാതിരി വലിച്ച് കയറ്റി കൊടുക്കേണ്ടി വരും. അത് അല്ലാതെ എങ്ങനെ ഇടാൻ കഴിയുക? അമ്മാതിരി വേഷവിധാനം വരിച്ചിട്ട് ആർക്ക് വേണ്ടി അതൊക്കെ? എങ്ങനെയാണ് നമ്മുടെ വേഷം കിട്ടുന്നത്? ചിന്തയും ബുദ്ധിയും പണയം വെക്കാതിരിക്കുക. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മൂന്നാമത്തത് വിദ്യ. അതുകൊണ്ട് ക്യാമ്പസുകൾ മഹേന്ദ്ര സിംഗ് ധോണിയും മോഹൻലാലും മമ്മൂട്ടിയും ചർച്ച ചെയ്യാനല്ല ക്യാമ്പസ്. വിപ്ലവത്തിന്റെയും വീര്യത്തിന്റെയും പ്രതികരണത്തിന്റെയും പ്രതിരോധത്തിന്റെയും ചിന്തകൾക്ക് തീ കൊടുക്കുന്ന ഒരു ക്യാമ്പസാക്കി നിങ്ങളുടെ ക്യാമ്പസിനെ നിങ്ങൾ മാറ്റിയെടുക്കണം. ആരാണ് വിദ്യാർത്ഥി? പണം ഉണ്ടാക്കാൻ പഠിക്കുന്നവനാണ്. ഇതെല്ലാം വേദഗ്രന്ഥങ്ങൾ, വേദം, വിദ്യുത്, അതുപോലെ തന്നെ കിതാബ്, അറിവ്, ഇൽമ്, ഫിക്ർ, ഇങ്ങനെയൊക്കെയാണ് വേദഗ്രന്ഥങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പരിചയപ്പെടുന്നത്. എന്തിനാണ്? പഠിക്കുന്നവൻ ദൈവമാർഗത്തിലാണ്. ഇന്ന് ദൈവമാർഗത്തിലാണോ? ബിൽ ക്ലിന്റന്റെയും ജോർജ് ബുഷിന്റെയും അവര് പഠിച്ചിട്ട് എന്താ ഉണ്ടായത്? മുടിവെട്ട് മുതൽ ആറ്റം ബോംബ് ടെക്നോളജി അവരോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ രാസവാതക തിയറി മുതൽ ഇങ്ങേ അറ്റത്ത് ക്ലോണിംഗ് അടക്കം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അധിനിവേശത്തിന്റെയും അപകടകരമായ ആ അടിമപ്പെടുത്തലുകളുടെയും അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ വിഷവിത്തുകൾ അവർ വിതച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് പഠനം? ദൈവമാർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. വിദ്യാഭ്യാസത്തെ ഷണ്ഡീകരിച്ചുകൊണ്ട്, ആക്രമിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവമാർഗത്തിലുള്ള സമരമായിട്ട് മാറണം വിദ്യാഭ്യാസം. സ്വർഗം നേടിയെടുക്കാനുള്ള വഴിയാവണം. Here opens a path where truth blossoms and we gather there in the shade of a noble life. Songs of soul and soul.